ഹലോ മക്കളെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ടൈം ടേബിളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു പേടിയായിരിക്കും അല്ലേ ഉണ്ടാവുക. അതായത് ചാപ്റ്റേഴ്സ് ഇതുവരെ ക്രിസ്മസ് എക്സാമിൻ്റെത് പോലും പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളും ഡേറ്റും ഒക്കെ വന്ന സമയത്ത് ഇതെല്ലാം കൂടെ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേടിയാണ് എൻ്റെ കുട്ടികൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ പോലും നമുക്ക് തീർക്കാൻ പറ്റാതെയാവും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഓണപരീക്ഷ നിങ്ങൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്നുമല്ല എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ മാക്സിമം ഉള്ളൊരു സമയം വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ച് നിങ്ങളുടെ ഈ ഒരു എക്സാം ഒരു മോഡൽ പേപ്പർ പോലെ കണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു പേടിയും ടെൻഷനും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ, അതായത് നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മെജോറിറ്റി പോർഷൻസ് കവർ ആവുന്ന രീതിയിലാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരാനുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആകെ 2-3 ചാപ്റ്റേഴ്സ് എക്സ്ട്രാ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പം ഉള്ള ഈ ഒരു സമയം വെച്ചിട്ട് ഏറ്റവും നിങ്ങൾക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം ഒരു റിവിഷനുള്ള ഒരു ടൈമും കൂടെ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഈ ടെൻഷൻ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ റെഡിയാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതായത് ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ ശരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു പ്ലാൻ ചെയ്യാതെ നിങ്ങളിങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് മുന്നിൽ കാണുമ്പോഴാണ് ആകെ കൂടെ ടെൻഷനായിട്ട് മാറുക. ആൻഡ് ഇനി എത്ര ചാപ്റ്റേഴ്സാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് നിങ്ങൾക്ക് ഏറ്റവും വൃത്തിയായിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറുടെ ബാച്ചസ് ഉണ്ട്. കാരണം നമ്മുടെ എക്സാമിനറുടെ ബാച്ചസിൽ ഓൾമോസ്റ്റ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എല്ലാം കവർ ആയിട്ടുണ്ട്. അതായത് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളുടെയൊക്കെ ലൈവിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അറിയാത്തത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ ലൈവിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്പീഡാക്കിയിട്ടും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനി ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിലൊക്കെ എടുത്തപ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അറിയുന്നുണ്ടാകും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പുതിയത് പഠിക്കാനുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇനിയുള്ള ഈ ഒരു മാസം നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ നവംബർ 1 ആയല്ലേ, അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ്റെ ടൈം മാറ്റി വെച്ച് നമുക്ക് ആകെ ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ. ഇത് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മെജോറിറ്റി പോർഷൻസ് എൻ്റെ കുട്ടിക്ക് ഇവിടെ തന്നെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മിസ്സ് പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. എത്ര ചാപ്റ്റേഴ്സ് പുതിയതായിട്ട് പഠിക്കാനുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ രീതിയിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.